കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് സുഖക്കുറവുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ അഞ്ജു ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഒരു 5ാമത്തെ ദിവസമല്ല, എനിക്ക് 5ാമത്തെ ദിവസമാണ്. ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ചെറിയൊരു എന്താ പറയുക ഇൻഫെക്ഷനായിട്ട് കഫ് ഇരുന്നിട്ട് ഇൻഫെക്ഷനായിട്ടായിരുന്നു നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്, ഇഞ്ചക്ഷനായിട്ട്. പിന്നെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, കഫത്തിൻ്റെ, പിന്നെ ബ്ലഡിൻ്റെ. അപ്പം പിന്നെ കൗണ്ടും കുറച്ച് കൂടുതലായിരുന്നു, പിന്നെ ESRും കൂടുതലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സുഖമായിരുന്നു ഒരു 4-5 ദിവസം കുട്ടന്. അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അച്ഛനും അമ്മയും ഉള്ളൂ കേട്ടോ. ചേട്ടന്മാർ പകൽ പോവും, രാത്രി പിന്നെ ചേട്ടന്മാർ വരാണ് ചെയ്യുക. കാരണം അവിടെ എന്തായാലും നമ്മൾക്ക് പിള്ളേർ ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. രാത്രി പകലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. രാത്രിയാണെങ്കിൽ ഇവർ അമ്മാതിരിയാണ്. പിന്നെ അതേപോലെ തന്നെ പാറൂസിന് സ്കൂളിലൊക്കെ പോകണം മോർണിംഗ്. അപ്പം അതിനൊക്കെ പിള്ളേരെ നോക്കാൻ ആള് വേണം നമ്മുടെ വീട്ടിൽ. കിടന്നു എന്ത് വെച്ച് ചേച്ചിൻ്റെ കാണാൻ പോവാണല്ലോ നമ്മള്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും അച്ഛനൊരു നാളെ അല്ലെങ്കിൽ മറ്റന്നാളിലേക്ക് ഉള്ള രീതിയിൽ എന്തായാലും ഡിസ്ചാർജ് ആവുന്നതാണ് നീച്ചേട്ടനൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ എന്നും ചോറ് കൊടുത്തയക്കുമായിരുന്നു കേട്ടോ. ഒരു നേരത്തെ ഫുഡ് എന്തായാലും നമ്മളെന്തായാലും കൊടുത്തു വയ്ക്കുമായിരുന്നു. പിന്നെ അമ്മായിമാരുണ്ടായിരുന്നു വീട്ടിൽ, പൊണ്ണമ്മായും ഷാലി കൊച്ചായും ഉണ്ടായിരുന്നു നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ണിയാളെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മിനി ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും അഞ്ജു ചേച്ചിയും പിന്നെ മിനി ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാറൂസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല ഒന്നാമത്. അപ്പം ഞങ്ങൾ രസവും പരിപ്പ് കുത്തി കാച്ചിയതും ചെമ്മീൻ ചമ്മന്തി മുട്ട വറുത്തവും മീൻ വറുത്തവും കൂടിയിട്ടൊരു ഊണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചൂടിക്കല് പൊന്നു. അപ്പം അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പോകട്ടെ. അപ്പം ഇത്ര ദിവസം ഞങ്ങൾ പോയിരുന്നില്ല, കാരണം അച്ഛനെ ഇന്ന് 2 നേരം വീഡിയോ കോൾ വിളിക്കുകയായിരുന്നു. പിന്നെ ഉള്ളിയാളം കൊണ്ട് എല്ലാവരും കൊണ്ട് പോകണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് തൃപ്പയാറ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അച്ഛന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് അഞ്ജു ചേച്ചിയും പിള്ളേരും ഒന്നും ഇല്ലാത്തത്. അപ്പോൾ നിഖിൽ ചേട്ടനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറി അച്ഛനമ്മനെ കാണണം, ഫുഡ് കൊടുക്കണം. പിന്നെ നേരെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ വരുന്നത് കോട്ടപ്പുറത്തല്ല, എനിക്ക് എക്സാക്ട് പ്ലേസ് കോട്ടപ്പുറം മെഡിക്കെയർ കീഴ്ത്താണില്ല. ഞാൻ പോയിട്ടുണ്ട് ചായ കീത്തോളിക്ക. ഞാൻ പോയിട്ടുണ്ട് ചായ മെഡിക്കെയറിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്. എനിക്ക് എന്തായാലും അപ്പം അച്ഛനെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അല്ലൂസും അയനൂസും ഉണ്ട് കേട്ടോ. അയനക്കുട്ടന് നൈസായിട്ട് ഉറക്കം വരുന്നുണ്ട്, അല്ലൂസിനും ഉറക്കം വരുന്നുണ്ട്. പക്ഷെ മൂപ്പരെ കയ്യിലൊരു JCB ഉള്ളതുകൊണ്ട് അതും വെച്ചിരുന്ന് നല്ല കളിയിലാണ്. എപ്പോഴാണ് ഇടയാന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ചേട്ടന് പണിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പണിക്ക് പോണ സമയത്ത് തന്നെയാണ് മഴ പെയ്തത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കയറിയപ്പോൾ അതിനേക്കാളും കൂടുതൽ മഴയപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത് പറഞ്ഞു. അച്ഛൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്, അതായത് കീത്തോളിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള മെഡിക്കെയറിനാണ് പറഞ്ഞല്ലോ. അപ്പോൾ 3rd ഫ്ലോറിലുള്ള ഏതോ റൂമാണ്, റൂം നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞത് കുറവുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡ് പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നല്ല വെള്ളക്കെട്ടാണ്. നമ്മൾ ഇവിടെ ഇറങ്ങി, നിഖിൽ ചേട്ടൻ എന്നെയും ഒരാളിവിടെ ഇറക്കി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇറക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ തിരിച്ചിങ്ങോട്ട് വരണ്ട. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള കാറിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ലഗേജ് വെച്ച് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ലിഫ്റ്റ് കാത്തിക്കാണ്. അപ്പോൾ 1-2 പേര് നമ്മളടുത്ത് വന്ന് സംസാരിച്ചിട്ട് ഹായ് ഗീത ചേച്ചി അല്ലേ, പിക്കി കപ്പിൾസ് അല്ലേ എന്നൊക്കെ വന്ന് സംസാരിച്ചു. അപ്പോൾ അച്ഛനിവിടെ കിടക്കണേന്ന് അഞ്ജു ചേച്ചിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിരുന്നു. പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ ഒരു നാണക്കേട് എന്നൊക്കെ പറഞ്ഞു 1-2 പേര് വന്നിട്ട് നമ്മളടുത്ത് സംസാരിച്ചു കേട്ടോ. ഇവിടെ എത്താറായപ്പോഴാണ് 2 പേരും കിടന്ന് ഉറങ്ങിയത്. കാരണം കാലത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോരാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കമായി പോയി. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നത് അമ്മ മൂളിന്ന് റൂമിൽ നിന്ന് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നിന്നേ വരികയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. 5 ദിവസമായി പിള്ളേരെ കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം അമ്മയുടെ മുഖത്തുണ്ട്. ആരണമ്മ ചേട്ടനാ പണിക്കാവോ? ഇത് വീട്ടിലേക്കാണോ? എന്തേ കാറ് കയറിട്ട് ഉറങ്ങിയാണ് കുട്ടൻ.
കുട്ടിയേട്ടനാണെങ്കിൽ റെസ്റ്റിലാണ്. ഇപ്പം എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം ഇടയ്ക്കൊരു വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു അടിവയറ്റിൽ. അതർവൈസ് അച്ഛൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ടുണ്ട്. 5 ദിവസമായി BD എന്നുള്ള സംഭവം തൊട്ടിട്ട്. പിന്നെ അത് മാത്രമല്ല അച്ഛൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു കരിവാളിപ്പും ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അച്ഛനെ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം 5 ദിവസമായി ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവരില്ലാണ്ട് ഇത്ര ഒരു ദിവസം ഞാൻ നിൽക്കണത് വീട്ടിൽ. അതിലാണ് വന്നത്. അതിലേ വന്നവര് മോൻ വന്നതിലേ പാപ്പൻ തിന്ന കണ്ണടക്കി നോക്കട്ടെ കാറ്റ് കാറ്റ് അതെ നിങ്ങൾ ചുരുണ്ടുള്ള കാറ്റായിരുന്നു. പൊന്നെ ഞങ്ങൾ അവിടെ പോയി രണ്ടാമത്തെ അച്ഛ ഹായ് പറയേ. പുതിയ വാക്കുകളൊക്കെ പറഞ്ഞത് അച്ഛമ്മക്ക്. അതിന് പപ്പ പറഞ്ഞ അതിന് പപ്പ പറഞ്ഞ പപ്പ പറഞ്ഞ പപ്പ പറഞ്ഞു കൊടുക്ക. അയിനൂസ് ചെമ്മീൻ പലവകര കുറച്ച് വറുത്തതുണ്ട്, മുട്ടപ്പുണ്ട്, പരിപ്പ് കുത്തി കഴിക്കുന്നുണ്ട്, പപ്പടമുണ്ട്. പറഞ്ഞെടുത്ത് അതിനെങ്ങോട്ട് നോക്ക്. അതിനും അമ്മ വിട്ടായരാ. പപ്പ എന്ന് പറഞ്ഞ പപ്പ പപ്പ പപ്പന്ന് പറഞ്ഞ അപ്പം പറഞ്ഞ കാശി എന്ന് പറഞ്ഞ അതിന് വൺ കാണിച്ചെടുത്ത അതിന് വൺ ഫൈവ് കാണിച്ചെടുത്ത ഐനൂസ് നമ്മൾ റൂമിലെത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എണീറ്റു കേട്ടോ. അപ്പം അമ്മ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പം അവൻ പുതുതായിട്ട് പപ്പ അപ്പം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറയിപ്പിക്കുകയായിരുന്നു. ഞാനും 1ഉം 5ഉം ഒക്കെ ഇപ്പോൾ കാണിച്ചു തുടങ്ങി. അപ്പോൾ അവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരും ആദ്യമായിട്ടായിരിക്കും പിള്ളേരെ കാണാണ്ട് ഇത്ര ദിവസം ഇരിക്കണില്ല. ഞങ്ങളെ കാണാണ്ട് ഞാൻ അവരെ കാണാണ്ട് ഇത്ര ദിവസമായിട്ട് ആദ്യമായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. എന്താ ഒരു കുറവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഒരു എന്താ പറയുക, അതൊരു വലിയൊരു കുറവ് തന്നെയാണ്. വാക്കുകൾ കൊണ്ട് അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവരെ മിസ് ചെയ്തു, ഞങ്ങളവരെ മിസ് ചെയ്തു രണ്ടുപേരും. പിന്നെ അച്ഛനുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടാന്ന് വിളിക്കും. കുട്ടാ എന്താ അങ്ങനെ ചെയ്തത്, കുട്ട എങ്ങനെ ചെയ്തത്, മീൻസ് അച്ഛനോടും എനിക്ക് തോന്നുന്നു അച്ഛനോട് ഞാൻ അത്രയും അധികാരം എടുത്തിട്ട് ഞാനിവിടെ കൂടുതൽ അധികാരം എടുത്തിട്ട് സംസാരിക്കുക. അച്ഛനെപ്പോഴേക്കും ഫുഡ് എടുത്ത് കൊടുക്കാട്ടോ നമുക്ക്. കാരണം ഇനി ചൂടാറുണ്ട്. അപ്പം നമുക്ക് നല്ല നല്ല വിഭവങ്ങളുണ്ട്. ചെമ്മീൻ ചമ്മന്തിയും അതേപോലെ തന്നെ മീൻ കൂട്ടാനും രസവും മുട്ടയും പരിപ്പ് കുത്തിക്കാച്ചതൊക്കെ ഉണ്ട് നമുക്കിന്ന്. രസം അച്ഛന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞങ്ങൾ ആശുപത്രിക്ക് ഫുഡ് കൊടുത്തയക്കുമ്പോൾ ഞങ്ങൾ അച്ഛന് എന്താ ഇഷ്ടം എന്നുള്ളതും കൂടിയും പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തയക്കാനും. അച്ഛന് പനിയായിട്ടിരിക്കില്ല. അപ്പോൾ വായിക്ക് രുചിയായി. അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കഴിക്കുമല്ലോ എന്നുള്ളൊരു സംഭവമാണ്. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ അച്ഛനതേ ചോറ് വെച്ച് കൊടുത്തു. അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഹൈ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എന്തോരം കറികളാന്നൊക്കെ പറയുന്നത്. പഞ്ച ചേച്ചിയാണെങ്കിൽ നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് അച്ഛനമ്മയ്ക്കും ചോറ് കൊടുത്തയച്ചത്. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ് ചോറുണ്ടാണ് ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്രത്യേകമായ ടേസ്റ്റ് ഫീൽ ചെയ്യുക. വാഴയിലയുടെ മണമൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം ഇവരെ കണ്ടപ്പോൾ. 2 ദിവസത്തിനുള്ളിൽ വേഗം വരും എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളേറെ സമാധാനം. അച്ഛന് വേറെ അസുഖങ്ങളൊന്നും ഇല്ല, ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ. പിന്നെ ഈ റൂമാണെങ്കിലും വളരെ ചെറിയ റൂമാട്ടോ. പിന്നെ അതിലുപരി ശീതനടിക്കും. പുറത്ത് എയർ ഹോളിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ശീതനടിക്കും. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് രാത്രിക്ക് എടുക്കുമ്പോൾ. അമ്മ പറഞ്ഞതാണ്
മണല്ലേ വാഴയിലച്ചോറിൻ്റെ മണം. അച്ഛൻ എപ്പോൾ ചോറിനുമ്പോൾ ഞങ്ങളോട് പിടി വേണോ എന്ന് ചോദിക്കും. അപ്പം എനിക്ക് നല്ല നല്ല കൂട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അച്ഛൻ്റെ അച്ഛൻ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടെന്ന് പറയും. അല്ലെങ്കിൽ അച്ഛൻ വാരി തരുന്നത് കഴിക്കൂട്ടോ. അപ്പം ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ കുറച്ച് ദിവസം ഇല്ലാണ്ടായപ്പോഴാണ് എന്താ പറയുക പിടി എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു വാക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പം ഞാൻ അച്ഛൻ ചോറിനപ്പം എനിക്ക് കൊതിയായിട്ട് ഞാൻ അച്ഛനെ കൊണ്ടും 1-2 വായ കഴിച്ചു. അപ്പോൾ ഭയങ്കര ഒരു ആത്മസംതൃപ്തി. അയിനൂസ് കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് സന്തോഷമായിട്ടാ. അല്ലൂസിനെയും കൂടി അമ്മ കുത്തി എണീപ്പിക്കുന്നുണ്ട്. അല്ലൂസ് വർത്തമാനം പറഞ്ഞ കാണണം. അല്ലൂസ് എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാശുക്കുട്ടൻ, പാറുക്കുട്ടൻ ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നമ്മൾ ഇതേപോലെ അച്ഛമ്മ അല്ലെങ്കിൽ അമ്മാമ്മ അച്ചാച്ചനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാണാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര ബഹളമായിരിക്കും. കാരണം അവിടെ അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് എന്തോരം സ്വാഭാവികമായി ഇങ്ങനെ പോകുന്നൊരു വീട്ടിൽ ഞങ്ങൾ ിട്ടുണ്ടെങ്കിൽ അവിടെ കരച്ചിലും എൻ്റെ ചീത്ത പറയലും അത് ഭയങ്കരമാണ്. അപ്പം ഞാൻ തിരിച്ചു പോകുമ്പോൾ ശരിക്കും വീട് ഉറങ്ങാന്ന് പറയുന്ന ഒരു അവസ്ഥയാട്ടോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് അമ്മമ്മ പറയും വീട്ടിലേക്ക് കയറാൻ തോന്നില്ല മോളെ, അമ്മമ്മയ്ക്ക് ഇവിടെ ഇരിക്കണ്ട, അമ്മമ്മ ഉള്ളിൽ കയറില്ല, അമ്മമ്മ പുറത്ത് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ പറയുക എനിക്കതിൻ്റെ ഒരു 50% എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇവരെ സൗണ്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ലേ. ഇത് കുറച്ച് ദിവസം അവരായിട്ട് ഇടപഴകി കേട്ട് അവരേക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് അതൊന്നും ഇല്ലാണ്ടാകുമ്പോൾ അതൊക്കെ എന്താ പറയുക അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമമാവും. അപ്പോൾ അതന്നെയാണ് ഇവിടെ അച്ഛനമ്മയും പറയും. ഞാനായാലും വീട്ടിൽ പോകുമ്പോൾ ഇവിടെ പറയും, ഞാൻ അഞ്ചു ചേച്ചിയൊക്കെ ഒരുമിച്ച് വീട്ടിൽ പോകുമ്പോൾ അച്ഛനമ്മയും പറയും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ല, അല്ലെങ്കിൽ പിള്ളേരെ സൗണ്ട് കേൾക്കാണ്ട്, അല്ലെങ്കിൽ ഞാൻ മാത്രം പോയാലോട് അഞ്ചു ചേച്ചി പറയും പിള്ളേരെ കരച്ചിലൊന്നും കേൾക്കാണ്ട് ഒരു രസമില്ല കേട്ടാന്ന് പറയും. അച്ഛൻ കഴിച്ചാൽ കുറച്ച് ചെമ്മീൻ ചമ്മന്തി മീൻ വറുത്തം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നീൽച്ചേട്ടനാണെങ്കിൽ പറഞ്ഞ പോലെ മീൻ വറുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി മീൻ വറുത്തുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് തീർത്തോളും. അപ്പം അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയാട്ടോ. ഇവിടെ ഇങ്ങനത്തെ ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന പോലെയല്ല, ഇങ്ങനെ മുകളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര മനസ്സിലാവും. അപ്പം അമ്മ പറയാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ചുഴലിക്കാറ്റ് പോലെ ആയിരുന്നു കാറ്റൊക്കെ വീശിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അനൂസും നിഖിൽ ചേട്ടനും കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പോയതാണ്. അപ്പോൾ അനൂസ് നടന്ന് വരുന്നുണ്ട്. അനൂസ് അനൂസിൻ്റെ അടുത്തൊരു പ്രത്യേകത ആയിട്ടാണ്. അനൂസിന് ഒന്നാമത് അനൂസ് വണ്ണം കുറവാണ്, കാലിനൊക്കെ ഭയങ്കര വണ്ണം കുറവാണ്. ഇപ്പോൾ ഇതേപോലത്തെ വലിയ സൗസറൊക്കെ അതായത് വീതിയുള്ള സൗസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മൂപ്പര് നടന്ന് വരുന്നതാണ് ഭയങ്കര രസമാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് എന്താ കണ്ണിന് എന്താ പറ്റിയെന്ന്. അപ്പോൾ ഉണ്ണിയുടെ കണ്ണിന് ഷോർട്ട് സൈറ്റാണ്. നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മുടെ ഉണ്ണിക്ക് കണ്ണട വയ്ക്കേണ്ടി വന്നത്. ഇതേപോലെ രണ്ടുപേരെയും എടുത്തുള്ളൊരു നിപ്പാണ്, ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ വയറും നിറഞ്ഞൊരു അനുഭൂതിയായിരുന്നു. എന്താ പറയുക, അതൊക്കെ നല്ല നല്ല മൊമെന്റ്സ് ആണല്ലേ. കാരണം അവർ പിള്ളേരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശുക്കുട്ടിനെ കാണാണ്ടും പാറൂർസിനെ കാണാണ്ടും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, 1-2 സ്ഥലത്ത് കയറാനുണ്ട്. അപ്പോൾ തൃപ്പേർക്ക് പോകണം. പിന്നെ ആണെങ്കിൽ നല്ല മഴയാണ്, ഒടുക്കത്തെ മഴയാണ്. ചേട്ടനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇതിനേക്കാൾ തൊട്ട് മുന്നേ ഇറങ്ങിയതാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
അതേ ലിഫ്റ്റിൽ ഒരു അച്ഛൻ്റെ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ അച്ഛൻ സംസാരിക്കാട്ടാ. അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ എപ്പോഴും ഡൈ ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഡൈ ചെയ്യാണ്ടായപ്പോഴും ഭയങ്കര ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ല. എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ അച്ഛൻ പറയുന്നത് ഞാൻ ഡൈ ചെയ്തിട്ട് കുറേ പേർക്ക് അലർജിയൊക്കെ വരുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ തലയോടക്കം ആ ഒരു കളർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ഡൈ ചെയ്യില്ലാതെ പറയുന്നത്. പക്ഷേ അച്ഛനും ഈ ഒരു ലുക്കിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിക്കും. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അമ്മരെല്ലാം മുടി നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ കളിയാക്കും. പക്ഷെ അച്ഛന് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു. നല്ല ചുരുള, അതായത് ചീർപ്പടക്കം കടക്കാത്തൊരു മുടിയായിരുന്നു എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ യാത്രയായി ഗൈസ്. അപ്പോൾ പോണേക്കാളും മുന്നായിട്ട് നിഖിൽച്ചേട്ടൻ്റെ 2 കോലുമിട്ടായി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. കാരണം ഫാഷൻ കെട്ട് തുടങ്ങി 2 പേരുടെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അല്ലൂസിന് അത്ര വിശക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന മുന്നേ ഒരു 12:30 ആയപ്പോൾ അവർ നന്നായിട്ട് ചോറ് മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അത് കുഴച്ചിട്ട് കൊടുത്തപ്പോൾ എന്തോ ഭാഗ്യത്തിന് 3-4 വായ കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ എന്ത് ഇഷ്ടമുള്ള സാധനം ആയാലും കുറച്ച് അധികം നേരം മൽപ്പിടുത്തം പിടിക്കണം. അയിനൂസാണെങ്കിൽ ആ സമയത്ത് കഴിച്ചില്ല. അപ്പോൾ അയിനൂസിന് വിശക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു മിഠായി, ഒരു കോലുമിഠായി വാങ്ങിച്ച് കയ്യിൽ കൊടുത്താൽ കുറച്ച് സമാധാനമാകും. അത് നോക്കിയിരിക്കും. അത് പൊട്ടിച്ചെടുക്കാൻ പറയുമ്പോൾ പൊട്ടിച്ചെടുത്തിട്ട് വെറുതെ ഒന്ന് നക്കിയിരുന്നോളും ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. അച്ഛൻ എന്താ പറയുക, ഒരു അസുഖം ഇല്ലാണ്ട് എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അച്ഛനായിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ എന്തായാലും ഇടും. അപ്പോൾ എന്തായാലും